റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകൾ. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസിയിൽ താപനില നിയന്ത്രണത്തിനും സംവിധാനമില്ല. റേഡിയോഗ്രാഫി യൂണിറ്റിന്റെ ലൈസൻസ് കാലാവധിയും കഴിഞ്ഞു. ഉപകരണങ്ങൾ അണുബാധമുക്തമാക്കാനുള്ള സംവിധാനം കാര്യക്ഷമമല്ലെന്നുമാണ് റിപ്പോർട്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്ട്രേഷനായി നടത്തിയ പരിശോധനയിലാണ് വീഴ്ചകൾ കണ്ടെത്തിയത്. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. MG പ്രതീഷ്, ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ശ്രുതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ആ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാർമസിയുമായി ബന്ധപ്പെട്ടാണ്. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രണത്തിനുള്ള സംവിധാനമില്ല എന്നതാണ് ഈ പരിശോധനയിൽ നിന്ന് വെളിവായ കാര്യം. ഈ പല മരുന്നുകളും എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കേടുവരുന്ന സാഹചര്യം ആശുപത്രിയിലെ ഫാർമസിയിലുണ്ട്. ഒപ്പം റേഡിയോഗ്രാഫി യൂണിറ്റ് 2 എണ്ണമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലുള്ളത്. ആ 2 യൂണിറ്റിന്റെയും ലൈസൻസ് 3 മാസം മുമ്പ് കാലഹരണപ്പെട്ടു എന്നതാണ് പരിശോധനയിൽ ബോധ്യമായിട്ടുള്ളത്. ആദ്യ യൂണിറ്റിന്റെ കാലാവധി ലൈസൻസ് നവംബർ 28-നും മറ്റൊന്നിന്റേത് ഡിസംബർ 1-നുമാണ് ഈ കാലഹരണപ്പെട്ടിട്ടുള്ളത്. ഒപ്പം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് നർക്കോട്ടിക് ഡ്രഗുകൾ. ഈ ഡ്രഗുകൾ കൈകാര്യം ചെയ്യുന്നതിന്, അത് സൂക്ഷിക്കുന്നതിന് ആശുപത്രിക്ക് ലൈസൻസ് ഇല്ല എന്ന പരിശോധനയിൽ ബോധ്യപ്പെട്ടു. ഉപകരണങ്ങൾ അണുബാധ മുക്തമാക്കാനുള്ള സംവിധാനം ആശുപത്രിയിൽ കാര്യക്ഷമമല്ല എന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഫയർ നോസിയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ആരോഗ്യ വകുപ്പിന്റെ മൂക്കിൻ തുമ്പത്തുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് ഇല്ല എന്നുകൂടി പരിശോധനയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഗുരുതരമായ വീഴ്ചകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വീഴ്ചകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശ്രുതി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ പരിശോധനയിലാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയത്.